ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. അതിൻ്റെ പൂക്കൾ റെഡ്, പിങ്ക്, യെല്ലോ, വൈറ്റ് പല കളറുകളിൽ ഇതിന് പൂക്കളുണ്ടെങ്കിലും റെഡ് കളറിലുള്ള പൂക്കളാണ് കാണുവാൻ ഏറ്റവും ഭംഗിയുള്ളത്. ഇത് മൊട്ടുകളാണ്. പല സ്റ്റൈലിലുള്ള മൊട്ടുകളാണ് എൻ്റെ ഈ പ്ലാന്റിലുള്ളത്. 1 വർഷമായി ഞാനിത് വാങ്ങിയിട്ട്. ഹാങ്ങിങ് പോട്ടോട് കൂടിയാണ് വാങ്ങിയത്. അന്ന് റീപോർട്ട് ചെയ്ത് വെച്ചത് അല്ലാതെ പിന്നീട് ഞാൻ ഇതിനൊന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇതിന് കുറച്ചധികം മുട്ടുകളും പൂക്കളും ഉണ്ടായി. മുട്ടുകളൊക്കെ പല വലിപ്പത്തിലുള്ളവയാണ്. കുറച്ച് മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ വിരിയാൻ പോകുന്നതേ ഉള്ളൂ. മോയ്സ്ചർ ഇഷ്ടപ്പെടുന്നവയാണ്. എപ്പോഴും ഒരു തണുപ്പൊക്കെ ചട്ടിയിൽ വേണം. വെള്ളം നന്നായി വാർന്നു പോകുന്ന പോട്ടിംഗ് മീഡിയ ആയിരിക്കണം ഇതിന് വേണ്ടത്. അധികം വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളിപ്പോകും. അതുകൊണ്ട് ഫിൽറ്റേർഡ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. പൂക്കളുണ്ടാകാനും അതാണ് നല്ലത്. എന്നാൽ നല്ല വെളിച്ചം വേണം താനും. വെള്ളം ഇഷ്ടപ്പെടുന്നവയാണെങ്കിലും വെള്ളം അധികമായാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഫംഗൽ ബാധിച്ച് ചീഞ്ഞു പോവും, വേരുകളും നശിച്ചു പോവും. അതുകൊണ്ട് ഷെയ്ഡിൽ വെച്ച് വളർത്തുവാൻ ശ്രദ്ധിക്കണം. മുട്ടുകളുണ്ടാകുന്ന ആദ്യം ട്യൂബ് പോലെയാണ്. അത് വളർന്ന് നീണ്ടു വരും. അത് വളർന്ന് പാകമാകുമ്പോൾ അതിനകത്തു നിന്നാണ് പെറ്റൽസ് ഉണ്ടാകുന്നത്. പൂക്കൾ വിരിയാറാകുമ്പോൾ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആകൃതിയാണ് ഇതിന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പേര് വന്നത്. പൂക്കൾ പൂർണ്ണമായി വിരിയുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പൂക്കളെ കാണുവാൻ കൂടുതൽ ഭംഗി. ഈ പ്ലാന്റിന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കമ്പുകൾ മുറിച്ച് നട്ടിട്ടാണ്. കമ്പുകളുടെ നോഡിൻ്റെ ഭാഗത്ത് വേരുകൾ കാണാം, ചെറിയ വേരുകൾ. ഇനി ഈ ചെടിയുടെ പോട്ടിംഗ് മീഡിയ എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ പോട്ടിംഗ് മീഡിയയാണ് നല്ലത്. നന്നായി വെള്ളം വാർന്നു പോകുന്ന മണ്ണും മണലും ചാണകപ്പൊടിയും ഒരേ അളവിലെടുത്ത് നടുന്നതാണ് നല്ലത്. ഹാങ്ങിങ് ബോട്ടിലാകുമ്പോൾ മണലിന് പകരം ചകിരിച്ചോറ് ഉപയോഗിക്കുക. അപ്പോൾ പോട്ടിന് ഭാരം കുറഞ്ഞ് കിട്ടും. എൻ്റെ ഈ പ്ലാന്റിൻ്റെ പോട്ടിൽ അധികം പോട്ടിംഗ് മിക്സറില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. മണ്ണും അതിൻ്റെ പകുതിയോളം ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പകുതിയോളവേ മണ്ണുള്ളൂ. കുറച്ച് വളവും കൂടി ഇട്ട് കൊടുത്താൽ ഇനി പെട്ടെന്ന് വളർച്ചയുണ്ടാകും. മണ്ണും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൂക്കളൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ ഇത് കുറച്ച് പ്രൂൺ ചെയ്ത് അതിൻ്റെ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുക. പൂക്കൾ കൊഴിഞ്ഞാലും ബ്രൗൺ നിറത്തിലുള്ള ഈ തൊപ്പി കുറച്ച് നാളും കൂടെ നിൽക്കും. ഈ ചെടിയുടെ ഇലകളൊക്കെ കുറച്ച് കട്ടിയുള്ളവയാണ്. ഇത് വളർന്നു വരുവാൻ കുറച്ച് താമസം എടുക്കും. പതുക്കെയാണ് ഇവയുടെ വളർച്ച. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.